പുഴുങ്ങലരി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ 2-3 ആഴ്ചയൊക്കെ കേട് കൂടാണ്ട് ഇത് വെക്കുകയും ചെയ്യുക. വൈകുന്നേരത്തെ ചായക്ക് എളുപ്പമാണ് കേട്ടോ അത് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഞാനിവിടെ പുഴുങ്ങലരി റേഷൻ കടയിലത്തതാണ് എടുത്തത്. ഞാനിവിടെ 1.5 കപ്പ് അരി എടുത്തിട്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ മൈദ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് മൈദ എടുക്കുക. ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. പാകത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ കൈവച്ചിട്ട് നല്ലോണം പ്രസ്സാക്കി കുഴച്ചെടുക്കുക. അധികം ലൂസായി പോകാൻ പാടില്ല കേട്ടോ. കുറച്ച് ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മളിത് ആ പൊടി ഇവിടെ നമ്മൾ നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവൂ. ഇനി ഞാനിതൊന്ന് പൂരിൻ്റെ വലിപ്പത്തിൽ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അധികം വലിപ്പം വേണ്ട കേട്ടോ. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. പിന്നെ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്കും കമൻറ്റും ചെയ്യണേ. ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഓരോന്നും. ഓരോ ബോൾസും ഞാൻ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ പത്തിരി പ്രസ്സിലെ കുഴപ്പമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ നമ്മൾ പരത്തിയെടുത്താൽ മതി. അപ്പം നല്ലോണം തന്നെ നൈസായി പരത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് മൈദ അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇപ്പം നല്ലോണം തിന്നാക്കിയിട്ട് തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലോണം തീരെ കട്ടിയില്ലാത്ത രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ടും ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. ഇത് ഞാൻ മുഴുവനായിട്ടും പരത്തിയതിന് ശേഷം ഞാൻ വാട്ടിയെടുത്തിനു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ വാട്ടിയെടുക്കുക എന്ന് പറയുന്നത് കുറേ നേരം കല്ലുമ്മലിട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കലല്ല കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. അപ്പോൾ ഓരോന്ന് ഞാൻ വാട്ടി വെച്ച ഓരോ പത്തിരി ഇതേപോലെ അട്ടിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മുഴുവൻ പത്തിരി ഞാൻ അട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തത് ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ലോണം തന്നെ കട്ടാക്കി എടുക്കുക. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ കട്ടാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ സമൂസ ഷീറ്റ് പോലെ ആക്കിയെടുത്തത് അതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിലേക്ക്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ വെള്ളം ഒന്ന് നല്ലോണം പോയിക്കോട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കുക. ആദ്യം ടൈറ്റായിട്ട് തോന്നും കേട്ടോ, കുഴപ്പമില്ല. അത് നമ്മൾ വറുത്ത് റെഡി ആയിട്ട് വന്നോളൂ. അത് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ്. അരി മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടികാട്ടിയുള്ള പാത്രം എടുക്കണം എന്ന് പറഞ്ഞത് അടിയിൽ നല്ലോണം തന്നെ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അരി കരിഞ്ഞ് പിടിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു സ്പൂൺ അളവിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ഭാഗത്തിൻ്റെ ചെറിയൊരു കഷ്ണം വലിയ ഉള്ളി കുഞ്ഞു പീസാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുങ്ങനെ ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാഷ്യൂ ചെറിയ നുറുക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മതിയാവുക. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരി ഇതേപോലെ ഒന്ന് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മുഴുവനും ഞാൻ ഇതേപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെയ്യും അതുപോലെ തന്നെ ഇതിലെ കാഷ്യൂ അതുപോലെ തന്നെ വലിയ ഉള്ളി എല്ലാം എല്ലാ ഭാഗത്തെത്തുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അടുത്തതും കൂടി ഇതേപോലെ തന്നെ ഞാൻ പൊടിച്ചിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്.
അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ 1.5 കപ്പ് അരിക്ക് 1.5 കപ്പ് പഞ്ചസാര ആണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. പഞ്ചസാര കുറച്ചധികം തന്നെ വേണം. നമ്മളിപ്പോൾ ലഡു ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേപോലത്തെ ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അതാ പഞ്ചസാര നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൽ 1.25 കപ്പ് പഞ്ചസാര എന്നിട്ട് ചേർത്ത് കൊടുത്തത്. എന്നിട്ടിത് മിക്സാക്കി കൊടുക്കുക, നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഇത് പഞ്ചസാരയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പം ചോദിക്കേണ്ട ഇത്രയും പഞ്ചസാരയൊക്കെ എന്തിനാണ് ഇങ്ങനെ വാരിയിടുന്നത് നോക്കുക. പക്ഷേ ഓരോന്നിനും ഓരോ കണക്കുണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് മണ്ടാണ് കേട്ടോ. കാരണം മണ്ട ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിറച്ചും പഞ്ചസാര ആയിരിക്കും, ഭയങ്കര മധുരത്തിൻ്റെ കട്ടായിരിക്കും അത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടുന്നില്ല, പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇടാണ്ട് ഈ ഒരു റെസിപ്പി ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാ ഇതേപോലെ നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പകുതി പഞ്ചസാര പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓരോ ചപ്പാത്തി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. പകുതി ഭാഗം എടുത്തിട്ടാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ സമൂസക്കൊക്കെ മടക്കുന്നില്ലേ, അതുപോലെ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് ഭാഗം കുറച്ച് മൈദ ഒന്ന് കലക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയേ. ഇതേപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ എണ്ണ കുടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതാ കുറേശ്ശെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു കൂട്ടിലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേയൊന്നും കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു സ്പൂണോരെ ഇട്ട് നോക്കുക. എന്നിട്ട് കുറച്ചൊരു സ്പേസ് വെക്കണം കേട്ടോ നമുക്കിവിടെ ഒന്ന് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മൈദ ഒരു കൂട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നാലും പുറത്തേക്ക് അങ്ങനെ ഫില്ലിങ് പോവുകയില്ല. നല്ലോണം തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു മടക്കിയ ഭാഗം തന്നെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാലും അവിടെ ഫില്ലായിട്ട് അവിടെ അങ്ങനെ കിടന്നോളൂ. പിന്നെ നമ്മളിത് പൊരിക്കുന്ന സമയത്ത് എണ്ണ കുടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും കറക്റ്റായിട്ട് ഒരു ഭാഗവും ഇല്ലാതെ ക്ലോസ് ആക്കണം കേട്ടോ. അപ്പോൾ അതാ ഓരോന്നും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ മുഴുവനായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഓയിലാണ് എടുത്തത്. അപ്പോൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. അത് എണ്ണ കുടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒന്ന് വെന്ത് കിട്ടിയാൽ പിന്നെ ഉള്ളിലേക്ക് അങ്ങനെ എണ്ണ കുടിക്കുകയല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഓരോന്നും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഓയിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതേപോലെ ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പം മണ്ട ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് നമുക്ക് മണ്ട ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതാ മണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ.